കുക്ക് വിത്ത് ജോമറ്റ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ്. സോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഒരു 6 വറ്റൽ മുളകും ഇതിലേക്ക് എടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് ബേ ലീവ്സ്, ഒരു 1/4 ടീസ്പൂണ് ജീരകം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് 3 പച്ചമുളക് ആവശ്യമായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോളയാണ്. നമ്മളിവിടെ ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചിക്കൻ തന്നെയാണ്. 1 കിലോ ചിക്കനാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സോ ഇത് നമ്മൾ കറിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങുമ്പം അടുത്തതായിട്ട് നമുക്ക് ബേ ലീവ്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാവർക്കും അറിയാം, ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. നല്ലതുപോലെ നമ്മുടെ സവാള വാടി കിട്ടുമ്പോഴാണ് നമ്മളുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നല്ലതുപോലെ അത് വാട്ടിയെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. കാരണം നമുക്കറിയാം, മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തമണം മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ അത് വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നന്നായിട്ട് നമുക്ക് ഇതിനോട് യോജിപ്പിച്ച് വെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ കറിക്ക് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഈ മുളക് പൊടിയും അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതായ നമ്മൾ ഗരം മസാല ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ അതൊക്കെ നമുക്ക് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മളുടെ ഗരം മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതും നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ചിക്കനോട് നന്നായിട്ട് നമ്മളുടെ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് അതുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് അനുവദിക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചിക്കനുമായിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയതിന് ശേഷമാണ് കേട്ടോ. അപ്പം നമ്മൾ അതുവരെ നമ്മൾ ആ ചിക്കനെ ഒന്ന് കുക്കാവാനായിട്ട് അനുവദിക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ചിക്കന് നല്ല തിളയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് പോലെയാണ്. അപ്പം നമ്മളുടെ ചിക്കൻ ചുക്ക വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് തുടക്കക്കാർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിക്കൻ വെന്തോന്നൊക്കെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. അവസാനമായി നമ്മളുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.